അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൂർജഹാൻ ജസീറിനെ ശരിക്കും ഒരു മനുഷ്യനാക്കി മാറ്റിയെടുക്കുകയായിരുന്നു. അതുവരെ ജസീർ ഒരു മൃഗമായിരുന്നു എന്ന് പറയുകയായിരുന്നു. എന്നാൽ മൃഗം പോലും അത്രക്കും ക്രൂരത ചെയ്യില്ല ഒരാളോടും. എന്നാൽ മൃഗത്തേക്കാൾ വളരെയധികം മോശമായ രീതിയിൽ ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ നൂർജഹാൻ്റെ മനസ്സിൽ സന്തോഷം തോന്നി തുടങ്ങി. കാര്യം മറ്റൊന്നുമല്ല, അതെ, ജസീറിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ജസീറിൻ്റെ ജീവിതത്തിലെ ആദ്യമായി അഹങ്കാരത്തേക്കാൾ വലിയതായി മാറിയത് കുറ്റബോധമായിരുന്നു. പള്ളിയിൽ പോയി നിസ്കാരം തുടങ്ങുകയും ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ട് സ്വന്തം ജീവിതത്തെ തിരിഞ്ഞു നോക്കുകയും ചെയ്തതോടെ അവൻ്റെ മനസ്സ് പൂർണ്ണമായും മാറിയിരിക്കുന്നു. പിന്നെ എൻ്റെ ഹിജാബി, അവളുടെ ഓരോ വാക്കുകൾ, അവൾ ചെയ്യാൻ പറയുന്നതൊക്കെ ചെയ്ത് ശരിക്കും ജസീർ ആളാകെ മാറിപ്പോയിരിക്കുന്നു. പക്ഷേ ഒരു പേര് മാത്രം അവൻ്റെ ഹൃദയത്തിൽ ഓരോ രാത്രിയും തീ പോലെ കത്തിക്കൊണ്ടിരിക്കുന്നു. അതെ, അത് മറ്റൊന്നുമല്ല, ഹാദിയ. ഒരിക്കൽ സ്വന്തം ഭാര്യയായിരുന്ന, എന്നാൽ തൻ്റെ ക്രൂരതയും സംശയവും കാരണം ജീവിതം തകർത്ത പെൺകുട്ടി. ഒരു പ്രഭാതത്തിൽ അതാ പുളിക്കൽ തറവാട്ടിലെ വലിയ വരാന്തയിലതാ അവൻ നിശബ്ദനായി ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഹാദിയുടെ ഓർമ്മകൾ മനസ്സിലേക്ക് കയറി വരുന്നത്. അതെ, അതും ഹിജാബി ഓർമ്മിപ്പിച്ചത് തന്നെ എന്നുള്ള കാര്യത്തിൽ അവൻക്ക് യാതൊരു സംശയവുമില്ല. എന്നാൽ അപ്പോൾ തന്നെ തൻ്റെ അനിയനെ വിളിക്കുന്നു. സഫീറിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ. ഇത് ജസീറാണ്. ആ, മനസ്സിലായി, പറയൂക്ക. അതായത് എന്തിക്ക, പറയൂ. ജസീർ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. ഇക്ക പറഞ്ഞോളൂ, എന്തൊന്നും മിണ്ടാത്തത്? അതായത് നീ ഒന്ന് എൻ്റെ കൂടെ വരാമോ സഫീർ? നിനക്ക് എന്നോട് പിണക്കുണ്ടോ? ഞാൻ നിന്നോട് ചെയ്തതും കാട്ടിക്കൂട്ടിയതൊക്കെ ഓർക്കുമ്പോഴേ എൻ്റെ മനസ്സാക്കി വിങ്ങിപ്പൊട്ടാണ് സഫീർ. ഏയ് ഇക്ക, നിങ്ങൾ പഴയതൊന്നും വിചാരിക്കേണ്ട. അള്ളാഹു നിങ്ങളെ നന്നാക്കാൻ വിചാരിച്ചതാണെങ്കിലോ ഒരിക്കൽ പോലും ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട. സഫീർ, എങ്ങോട്ടാണ്? എൻ്റെ കൂടെ നീ ഒന്ന് വരുമോ എന്നുള്ള ചോദ്യത്തിന് സഫീറിൻ്റെ ചോദ്യം. ഇക്ക എങ്ങോട്ടാണ് പറയോ, അല്ലെങ്കിൽ നീ ഒന്ന് ഇതുവരെ വരുമോ? ഇക്ക, ഞാൻ അങ്ങോട്ട് വരികയെ എന്നെ അവിടുന്ന് ആട്ടി ഇറക്കി വിട്ടതുപോലെയല്ലായിരുന്നോ? പിന്നെ ഇനിയും ഞാൻ അതൊന്നും സാരമില്ല, നീ ഒന്ന് വാടാ. അങ്ങനെ അത് റിസ്വാൻ വക്കീലിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു സഫീർ. ഋഷു, ഞാനൊന്ന് പോയിട്ട് വരാം മുത്തേ. ആ പിന്നെ ഇക്ക, ഒരു കേസിൻ്റെ കാര്യമുണ്ട് കേട്ടോ. അത് നാളെയാണ്. ഓക്കെ. ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളുള്ള കേസുകളൊക്കെ എൻ്റെ പെണ്ണ് പൂർത്തീകരിച്ച് കൊടുക്കുക തന്നെയാണ് എനിക്കിഷ്ടം. ഇക്ക എങ്ങോട്ടാണ്? അതെ, അവളുടെ ആ ഒരു വാക്കുകൾ, അത് എന്നെ ജ്യേഷ്ഠം വിളിക്കുന്നുണ്ട്. ഒരു നിമിഷം അത് റിസ്വാന വക്കീലിൻ്റെ മനസ്സിൽ ചെറിയൊരു സന്തോഷം ഉയർന്നു. പഠിച്ചവനെ, അല്ലാ, നല്ല രീതിയിലായാൽ മതിയെന്ന് റബ്ബേ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പുതുമണവാളൻ ഇറങ്ങി പോവാന്ന് പറഞ്ഞിട്ട്, പഠിച്ചവനെ, ഇനി ഒരിക്കലും അങ്ങനെയുള്ള ചിന്ത കൊടുക്കല്ലേ അല്ലാ. അങ്ങനെ അതാ സഫീർ കാർ സ്റ്റാർട്ട് ചെയ്ത് നേരെ അതാ തറവാട്ടിലേക്ക് പോകുന്നു. ഒരിക്കൽ പോലും അവൻ വരുന്നത് ഉമ്മ പ്രതീക്ഷിച്ചില്ല. എന്നാൽ അതാ അവൻ കാറ് തറവാട്ടിലേക്ക് കയറ്റുമ്പോൾ തന്നെ ജസീർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സാധാരണ രീതിയിൽ, അതേ മോനത വന്നിട്ടുണ്ട് നിങ്ങളെ, എന്താ നിങ്ങൾക്കൊന്നും പറയാനൊന്നുമില്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ജസീർ അതാ അവൻ്റെ അരികിലേക്ക് ചെന്ന് ഡോർ തുറന്ന് അവനെ ഇറക്കി സലാം പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന കാഴ്ചയാണ് ഉമ്മ കണ്ടത്. അല്ല, ഇതിപ്പോൾ എന്തിൻ്റെ കേടാ? ഇവരിപ്പോൾ ഇതെന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയിരിക്കണേ? ഞാനറിയാതെ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നുണ്ടോ? ശരിക്കും ആ ഉമ്മ ഞെട്ടുകയായിരുന്നു. അതെ, സഫീറിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ജസീർ അവനെ കൂട്ടിക്കൊണ്ടുവരുന്ന ആ ഒരു കാഴ്ച. വളരെ ചെറുപ്പത്തിൽ അവരങ്ങനെയായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ശത്രുതയും അതും ഇതൊക്കെ ആയിട്ട് അവർ തമ്മിൽ തീരെ ടച്ചില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ആ ഒരു ഇത് കണ്ട് ഉമ്മ തന്നെ ഞെട്ടിപ്പോവുകയാണ്. എന്നാൽ നൂർജഹാൻ എല്ലാം കണ്ട് അവിടെ നോക്കി സന്തോഷിക്കുന്നുണ്ടായിരുന്നു. സഫീർ, എന്തേക്ക? ജസീർ തല താഴ്ത്തി. നീ ഒന്ന് എൻ്റെ കൂടെ വരുമോ? എങ്ങോട്ടാ? കുറച്ചു നേരം മിണ്ടാതിരുന്ന ശേഷം ജസീർ പതുക്കെ പറഞ്ഞു, എനിക്ക് എൻ്റെ ആദ്യ ഭാര്യ ആദിയുടെ അടുത്തേക്കൊന്ന് പോകണം. സഫീർ ഞെട്ടി. ഇക്ക, എന്തീ പറയുന്നത്? അവളോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. സഫീറിൻ്റെ മുഖം ഒന്ന് ഗൗരവമായി. ഇക്ക, അറക്കൽ തറവാട്ടിലെ ആ വീട്ടിലേക്കാണോ? അവിടെ ഇപ്പോൾ അവൾക്ക് പുതിയൊരു ജീവിതമുണ്ട്.
നല്ലൊരു ഉസ്താദിനെയാണ് അവൾ വിവാഹം ചെയ്തത്. എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് അവൾ ഇപ്പോൾ സമാധാനത്തോടു കൂടി ജീവിക്കുകയാണെന്ന്. ജസീർ കണ്ണുകൾ അടച്ചു. എനിക്കറിയാം. പിന്നെ എന്തിനാണ് പോകുന്നത്? സഫീറിൻ്റെ ശബ്ദം കടുപ്പമായി. ഇക്ക, അവളുടെ 2 കാലുകളും ഇന്നും ശരിയായിട്ടില്ല. അവൾ ഇന്നും വീൽ ചെയറിലാണ്. അവളുടെ ജീവിതം തകർത്തത് ആരാണെന്ന് മറന്നിട്ടില്ലല്ലോ. ജസീറിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. മറന്നിട്ടില്ല, അതുകൊണ്ടാണ് പോകുന്നത്. അവൻ കൈകൾ കൂട്ടി മാപ്പ് പറയുന്ന പോലെ അവൻ്റെ മുമ്പിൽ. സഫീർ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാപം അതാണ്. അവളോട് മാപ്പ് ചോദിക്കണം. ചികിത്സയ്ക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ നൽകും. അതെൻ്റെ കടമയാണ്. സഫീർ ആദ്യമായി സ്വന്തം ഇക്കയെ ഇങ്ങനെ തകർന്ന നിലയിൽ കാണുകയായിരുന്നു. നീ എൻ്റെ കൂടെ വരുമോ ഇല്ലയോ, അത്രമാത്രം പറഞ്ഞാൽ മതി. ജസീർ കരഞ്ഞു. അവളുടെ കാൽക്കൽ വീണ് എനിക്ക് മാപ്പ് പറയണം. ആ രാത്രി മുഴുവൻ സഫീറിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും പേരിൽ മനുഷ്യരെ പോലും വില കൽപ്പിച്ചിരുന്ന ഇക്ക ഇന്ന് മാപ്പ് ചോദിക്കാൻ ഇത്രയും താഴ്ന്നു നിൽക്കുന്നു. ജസീറിൻ്റെ ഉറക്കമില്ലാത്ത ദിനങ്ങൾ, അത് എങ്ങനെയെങ്കിലും മാപ്പ് പറയണം എന്നതിനെക്കുറിച്ച്. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ അത്യധികം സങ്കടത്തോടെയാണ് അത് പറയുന്നത് എന്ന് മനസ്സിലാക്കിയ സഫീർ, ഇക്ക. ജസീർ തിരിഞ്ഞു നോക്കി. ഞാൻ വരാം. ജസീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അതാ അവർ 2 പേരും കാറിൽ യാത്രയാവുകയാണ്. ഉമ്മ ചോദിക്കുന്നു, എങ്ങോട്ടാണാവോ? ഉമ്മ, ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയി വരാം. എങ്ങോട്ട്? ഇവൻ്റെ ആദ്യ ഭാര്യ ഒന്ന് കാണാൻ. ഇങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഇങ്ങൾക്ക് എന്തിൻ്റെ അസുഖമാണ്? എന്ത് അസുഖം നിങ്ങൾക്ക് 2 പേർക്കുള്ളത്? ഓ, ഇപ്പം 2 പേരും ഇങ്ങോട്ട് ഒരു കെട്ടയക്കണി. എന്നാ അത് പൊട്ടിപ്പൊളിയ. എന്നാൽ നൂർജഹാൻ വിചാരിച്ചു, എല്ലാ മാതാപിതാക്കൾക്കും ആഗ്രഹം മക്കൾ നല്ല രീതിയിൽ നിൽക്കണമെന്നതിനെ കുറിച്ചാണ്. പക്ഷേ ഇവിടെ ഇവരെന്താ തമ്മിൽ തല്ലി നിൽക്കുന്നതാണോ ഉമ്മാക്കിഷ്ടം? എങ്കിലും നൂർജഹാൻ ഒന്നും മിണ്ടിയില്ല. അങ്ങനെതാ അവർ 2 പേരും കാറിൽ യാത്രയായി. വഴിയൊന്നാകെ ജസീർ മിണ്ടിയില്ല. കാർ അറക്കൽ തറവാടിൻ്റെ വലിയ ഗേറ്റിന് മുമ്പിലാണ് നിന്നത്. വലിയ പുരാതന വീട്, മുറ്റം നിറയെ മരങ്ങൾ, അവിടെ വിചിത്രമായ ഓരോ സാധനങ്ങൾ. ഗേറ്റ് തുറന്നപ്പോൾ അകത്ത് നിന്ന് ഒരു മധ്യവയസ്കൻ വന്നു. പെട്ടെന്ന് സഫീറിനെ കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായില്ല. അത് നിങ്ങൾ ആരാണ്? സഫീർ പതുക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ഹാദിയെ ഒന്ന് കാണണം. അയാൾ ഇരുവരെയും സൂക്ഷിച്ചു നോക്കി. അതെ, ആ പിതാവിന് കണ്ണിന് കാഴ്ച കുറഞ്ഞോ, എന്നെ പോലും അറിയുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നു സഫീർ. എന്നാൽ ജസീർ അപ്പോൾ മുന്നിലേക്ക് വന്നിട്ടില്ലായിരുന്നു. എന്നാൽ അകത്ത് നിന്ന് ഒരു ഉസ്താദ് പുറത്തേക്ക് വന്നു. മുഖത്ത് വല്ലാത്തൊരു പ്രകാശം, കണ്ണുകളിൽ കരുണ. അസ്സലാമു അലൈക്കും. ഒരു നിമിഷം അതാ നമ്മുടെ സഫീർ അത് കണ്ടു. റബ്ബേ, അതെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആഷി ഉസ്താദ്. അന്ന് ആഷി ഉസ്താദും ഹാദിയും അവിടെ വിരുന്നായിരുന്നു. ആ സമയത്താണ് ജസീറും സഫീറും അങ്ങോട്ട് കയറി ചെല്ലുന്നത്. എന്നാൽ ഉസ്താദ് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും. ജസീർ വിറയുന്ന ശബ്ദത്തിൽ സലാം മടക്കി. ഉസ്താദ് ഇരുവരെയും അകത്തേക്ക് ക്ഷണിച്ചു. ഇരിക്കൂ. കുറച്ചു കഴിഞ്ഞ് ഉസ്താദ് ചോദിച്ചു, സഫീർ, അല്ല, നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് തിരിച്ചു പോകണ്ടേ, പഠനം പൂർത്തിയാക്കണ്ടേ, അങ്ങനെ പലതും ഇല്ലേ? ഇൻഷാ അല്ലാ. എന്നാൽ ഒരു നിമിഷം അതാ ജസീർ ആഷി ഉസ്താദിനോട് കാര്യങ്ങളെല്ലാം അവൻ കുറച്ചൊന്ന് സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വല്ലാതെയൊന്നും പ്രയാസം തോന്നിയില്ല. എന്നാലും ചോദിച്ചു, ആഷി, അല്ല, നിങ്ങളെന്താ പെട്ടെന്ന് ഇങ്ങനെയൊരു വരവ് വരാൻ കാരണം? എന്നാൽ ജസീർ അറിയാതെ കരഞ്ഞുപോയി. ജസീറിൻ്റെ ശബ്ദം പൊട്ടി. ഞാൻ വന്നത് മാപ്പ് ചോദിക്കാനാണ്. പെട്ടെന്ന് അതാ ഉപ്പയും അങ്ങോട്ട് കടന്നു വന്നു. അതുവരേക്കും ഉസ്താദായിരുന്നു സംസാരിച്ചിരുന്നത്. മക്കളെ ഇരിക്കി, നിങ്ങൾ ഇരിക്കി. എന്നാൽ അവൻ കരയുകയായിരുന്നു. താൻ ചെയ്ത തെറ്റുകൾക്ക് ഉസ്താദ് ദീർഘനിശ്വാസമെടുത്തു. അത് ഹാദിയയ്ക്കിപ്പോൾ സമാധാനമുണ്ട്. ആ സമാധാനം അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ. ജസീർ ഉടൻ പറഞ്ഞു, ഞാൻ അവളെ വേദനിപ്പിക്കില്ല. ഒരിക്കൽ മാത്രം എനിക്ക് അവളുടെ മുമ്പിൽ നിന്ന് തല കുനിക്കണം. ഉസ്താദ് കുറച്ചു നേരം ആലോചിച്ചു. ശേഷം അകത്തേക്ക് നടന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ വീൽ ചെയറിൻ്റെ ശബ്ദം കേട്ടു. ഹാദിയ വെള്ള ഹിജാബ് ധരിച്ച് ശാന്തമായ മുഖത്തോടെ അവൾ വന്നു. ജസീറിനെ കണ്ട നിമിഷം അവളുടെ മുഖത്ത് ഒരു പഴയ വേദനയുടെ നിഴൽ തെളിഞ്ഞു. അവൾ ശരിക്കും ഞെട്ടി. റബ്ബേ, അത് അവൾക്ക് ഭയമായിരുന്നു. കാരണം തന്നെ കൊല്ലുവാൻ ശ്രമിച്ചതാണ്. അത് തൻ്റെ ഭർത്താവാണ് വന്നിരിക്കുന്നത്. ജസീറിന് അവളുടെ മുഖത്തേക്ക് നോക്കുവാൻ പോലും കഴിഞ്ഞില്ല.
അവൻ എഴുന്നേറ്റ് നേരെ അവളുടെ മുമ്പിൽ മുട്ടുകുത്തി. ശേഷം അവളുടെ കാലുകൾക്കരികിലേക്ക് തല താഴ്ത്തി കരഞ്ഞു. ഹാദിയ, എന്നോട് പൊറുക്കണം. നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ല. നിന്റെ ജീവിതം ഞാൻ നശിപ്പിച്ചു. എനിക്ക് ശിക്ഷ കിട്ടിയാലും മതി. പക്ഷെ നീ എന്നോട് പൊറുക്കണം. മുറിയിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. അത് ജസീർ എന്ന ആള് അത്രക്കും താഴ്ന്നു കൂഴ്ന്ന് മാപ്പ് പറയുന്ന ഒരവസ്ഥ. ഹാദിയ കുറച്ചു നേരം മിണ്ടാതെ ജസീറിനെ നോക്കി. പിന്നെ പതുക്കെ പറഞ്ഞു, ജസീർ, ഞാൻ അനുഭവിച്ച വേദന തിരിച്ചു വരില്ല. എൻ്റെ കാലുകൾ പഴയതുപോലെ ആകുമോ എന്നറിയില്ല. പക്ഷേ ഞാൻ നിന്നോട് പക വെച്ച് ജീവിച്ചിട്ടില്ല. ജസീർ തല ഉയർത്തി. ഹാദിയ തുടർന്നു, അള്ളാഹുവിന് വേണ്ടി ഞാൻ പുറത്തു. ആ വാക്ക് കേട്ട നിമിഷം ജസീർ പൊട്ടിക്കരഞ്ഞു. ഉസ്താദും കണ്ണീർ തുടച്ചു. ഹാദിയുടെ പിതാവ് മുന്നോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ജസീർ, യഥാർത്ഥ തൗബ എന്നത് തെറ്റ് സമ്മതിക്കുകയും അത് വീണ്ടും ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ്. നീ ശരിക്കും മാറിയിട്ടുണ്ടെങ്കിലേ ഇനി ഒരു സ്ത്രീയെയും ഒരു കാരണത്താലും കരയിപ്പിക്കരുത്. ജസീർ പതുക്കെ പറഞ്ഞു, ഞാൻ വാക്ക് തരുന്നു, ഇനിയൊരിക്കലും എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. എന്നാൽ ഒരു കവർ എടുത്തുകൊണ്ട് അതാ കുറച്ചധികം പണം ഒരു കവറിലിട്ട് അത് ഉസ്താദിൻ്റെ കൈകളിൽ നൽകി. ഇതെന്താ? എനിക്ക് പണമൊന്നും വേണ്ട. ഇതെന്താ? അത് നമ്മുടെ ഉസ്താദ് അത് പറയുന്നത് കേട്ടപ്പോൾ അവൻ പറഞ്ഞു, അത് ഹാദിയുടെ ചികിത്സക്കുള്ള ആദ്യ സഹായമാണിത്. ഇനി വേണ്ട എല്ലാ ചികിത്സയും ഞാൻ ഏറ്റെടുക്കും. അവൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നത് അവളുടെ തീരുമാനമാണ്. പക്ഷേ ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇനി ഞാൻ ഓടില്ല. ഉസ്താദ് ആ കവർ ഉടൻ സ്വീകരിച്ചില്ല. ഹാദിയെ നോക്കി. ഹാദിയ ശാന്തമായി പറഞ്ഞു, ഇത് ദാനമായി അല്ല, തൻ്റെ തെറ്റിനുള്ള ഉത്തരവാദിത്തമായി കൊടുക്കുന്നതാണെങ്കിൽ സ്വീകരിക്കാം. ജസീർ തലകുനിച്ചു. അതെ, അന്ന് അറക്കൽ തറവാട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ ജസീറിൻ്റെ മനസ്സ് വർഷങ്ങൾക്ക് ശേഷം അല്പം ശാന്തമായി. സഫീർ കാറോടിക്കുമ്പോൾ ഒരു നോട്ടം ഇക്കയിലേക്ക് നോക്കി. ഒരിക്കൽ എല്ലാവരെയും ഭയപ്പെടുത്തിരുന്ന ജസീർ ഇന്ന് കണ്ണീരിലൂടെ മനുഷ്യനാകാൻ പഠിക്കുകയായിരുന്നു. ആ ദിവസത്തോടെ ജസീർ ഒരു പുതിയ തീരുമാനമെടുക്കുന്നു. ഹാദിയുടെ ചികിത്സക്ക് മാത്രമല്ല, കുടുംബ പീഡനത്തിനിരയായ സ്ത്രീകളെ സഹായിക്കുന്ന ട്രസ്റ്റ് ആരംഭിക്കണമെന്നും തൻ്റെ പഴയ ജീവിതത്തിലെ ഇരുട്ടിന് പകരം മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചമാകണമെന്നും ഒരു തീരുമാനം തന്നെയായിരുന്നു അവൻ്റെ യഥാർത്ഥ പ്രായശ്ചിത്തത്തിൻ്റെ തുടക്കം. സഫീർ, എന്തേക്കാ? അതായത് എനിക്ക് കുറ്റബോധം കൊണ്ട് ഞാനിപ്പോൾ എത്ര പണം കൊടുത്തിട്ടും അവർ വാങ്ങൂല. ഞാൻ എന്ത് ചെയ്യാം? ഇക്ക, സാരല്ല, പടച്ച റബ്ബിനോട് കൂടുതൽ അടുക്കുക നമ്മൾ, അതന്നെ. അല്ലാതെ ഇപ്പോൾ എന്തപ്പോൾ ചെയ്യുക? തൻ്റെ ജ്യേഷ്ഠൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അതാ സഫീർ ശ്രദ്ധിക്കുന്നു. അത്യധികം വിഷമകരമായ അവസ്ഥ. ഹാദിയുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ അവൻ്റെ നെഞ്ച് പൊട്ടിപ്പോവുകയായിരുന്നു. സഫീർ, എൻ്റെ കാരണം കൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചത്. പാവാ പെണ്ണിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അവർക്ക് പണമൊന്നുമല്ല വേണ്ടത്, അവർക്ക് സമാധാനമാണ് വേണ്ടത്. ആഷി ഉസ്താദിൻ്റെ ആ ഒരു സൗന്ദര്യം, അത് ശരിക്കും ജസീറിന് തോന്നി, അതെ, ആഷി ഉസ്താദ് തന്നെയാണ് അവൾക്ക് യോജിച്ച മണവാളൻ. തെമ്മാടിയായ എൻ്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അവൾക്ക് അതുതന്നെയാണ്. അവൾ അവളുടെ നേരായ മാർഗം തിരഞ്ഞെടുത്തു. എന്നാൽ ജസീറിന് സങ്കടം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സഫീർ ആശ്വസിപ്പിച്ചു, ഇക്കങ്ങളിങ്ങനെ കരയില്ലേ, എല്ലാം ശരിയാവും. നമ്മൾ പടച്ച റബ്ബിനോട് കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് അള്ളാഹു റെഡിയാക്കി തരും. നിങ്ങൾ വിഷമിക്കല്ലേ. സ്നേഹത്തോടെ തൻ്റെ അനിയൻ പറയുന്നത് കേട്ട് ശരിക്കും ജസീർ ആകെ മനം മാറിപ്പോവുകയാണ്. അല്ലാ, എന്തൊരു സമാധാനമുണ്ട് ഇങ്ങനൊരു ജീവിതത്തിന്. മറ്റത് ഭയങ്കര ഡിപ്രഷനിലായിരിക്കും. ഹാദിയക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. ഏത് രീതിയിലുള്ള ചികിത്സ ചെയ്താലാണ് അവളുടെ കാല് ക്ലിയർ ആവുക എന്നൊക്കെ കണ്ടെത്തി ചെയ്യണം. എന്നാൽ ആശ്വസ്തതിനെ കണ്ടപ്പോൾ ജസീറിന് സങ്കടമാണ് വന്നത്. അവളെ സ്വീകരിക്കാനും ഇവൻ തയ്യാറായല്ലോ എന്ന് കരുതിയിട്ട്. എന്നാൽ അതിനിടയിൽ അതാ അവൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നു. ഹായ് ബേബി. ഒരു നിമിഷം അതെ, തൊട്ടടുത്ത് സഫീറുണ്ട്. അവൻ ഫോൺ എടുത്ത് എഴുന്നേറ്റു. അതെ, എൻ്റെ അനിയൻ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ചാറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടുപിടിച്ചാലേ അതൊരു പക്ഷേ ഓക്കെ 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 എന്നാൽ ശരി. അത് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ. ഹിജാബിയുടെ ആ വാക്ക് കേട്ടപ്പോൾ അതാ ജസീർ പറഞ്ഞു, തീർച്ചയായും, പക്ഷെ ഇപ്പോൾ പറ്റില്ല. എൻ്റെ
അനുജൻ കൂടെയുണ്ട്. ഈവനിങ്ങിൽ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് ഞങ്ങൾക്കൊക്കെ ഒരുമിച്ച് പങ്കെടുക്കാൻ. എന്നാൽ ഹിജാബിയുടെ ആ മെസ്സേജുകൾ വായിക്കാൻ, കമൻറ്റുകൾ റീപ്ലൈ കൊടുക്കുവാൻ, വോയിസ് മെസ്സേജ് ഇടുവാൻ, കോൾ ചെയ്യുവാൻ നമ്മുടെ ജസീറിൻ്റെ ഹൃദയം വല്ലാതെ കൊതിച്ചു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.